ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോയുടെ ഭാഗമായി അതിലുണ്ടായ വേദനയിൽ, അതിലുണ്ടായ ഒരു മാനക്കേടിൽ അദ്ദേഹം സ്വന്തം ജീവൻ എടുത്തിരിക്കുകയാണ്. എന്താ തോന്നുന്നത് ചേച്ചി ഈ ഒരു ഇൻസിഡന്റ് ചേച്ചിക്ക് ഇപ്പോൾ കാണുമ്പോൾ? എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ആ കുട്ടി അത് വെൽ പ്ലാൻഡോടുകൂടി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ദീപു മരിച്ചതിന് ശേഷമാണ് ഞാൻ ഒന്നും കൂടി ആ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടി ചിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ആ കുട്ടിയുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വരുന്നുണ്ട്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാം അദ്ദേഹം ആ കുട്ടിയെ മാക്സിമം തട്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒഴിയുമ്പോൾ ആ കുട്ടിയെ ബ്രസ്റ്റ് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുവാണ്. ഈ സോഷ്യൽ മീഡിയാസൊക്കെ കുറച്ച് പൈസ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം പരിപാടികൾ കൂടിയതെന്ന് തോന്നുന്നു. ഒരു CCTV ക്യാമറ അതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് അങ്ങനെയുള്ള ഒരു സംഭവം നടന്നതായിട്ട് അതിൻ്റെ ജീവനക്കാരെ അറിഞ്ഞിട്ടില്ല. ഇഞ്ചി my meal partner. Hi, hello and welcome to Milestone Makers Presents Talk of the Town. This is Alin Shah and I have with me Ranju Renjuma. ചേച്ചി നമസ്കാരം. നമസ്കാരം. And welcome to the show. താങ്ക് യു. എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം എങ്ങനെ പോകുന്നു? നമുക്കറിയാം ചേച്ചി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെ പറ്റിയിട്ടും വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ സ്ത്രീ സുരക്ഷ, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ റൈറ്റ്സ്, അവരുടെ സുരക്ഷ, അതിനെ പറ്റിയിട്ടൊക്കെ ചേച്ചി പലപ്പോഴും ചേച്ചിയുടേതായിട്ടുള്ള ഐഡിയാസ് അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചിയുടേതായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനൊക്കെ പറഞ്ഞ ഒരാളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്തയാണ്, നമുക്കിപ്പോൾ കേരളം മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്ത. അതായത് നമ്മുടെ ഒരു സഹോദരൻ, ഒരു പുരുഷൻ, ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോയുടെ ഭാഗമായി അതിലുണ്ടായ വേദനയിൽ, അതിലുണ്ടായ ഒരു മാനക്കേടിൽ അദ്ദേഹം സ്വന്തം ജീവൻ എടുത്തിരിക്കുകയാണ്. ചേച്ചി അറിഞ്ഞിട്ടുണ്ടാകും ഓഫ് കോഴ്സ്. എന്താ തോന്നുന്നത് ചേച്ചി ഈ ഒരു ഇൻസിഡന്റ് ചേച്ചിക്ക് ഇപ്പോൾ കാണുമ്പോൾ? സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് അതിനെ പരിശോധിച്ച് വേണം അഭിപ്രായം പറയേണ്ടത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ആ കുട്ടി അത് വെൽ പ്ലാൻഡോടുകൂടി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ വീഡിയോയുടെ എവിടെയോ ഒരു ഭാഗത്ത് ആ കുട്ടി ചിരിക്കുന്നുണ്ട്, മുഖത്തൊരു ചിരി ഞാൻ പിടിച്ചു എന്നുള്ള രീതിയിൽ. നമ്മുടെ സത്യത്തിൽ എനിക്ക് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ചില കേസുകളുടെ വിധിന്യായങ്ങൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ടിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പണ്ട് മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ബസ്സിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. അപ്പൊ അതിനുള്ള ഭൂരിപക്ഷം ആൾക്കാരും അതിനെ അനുകൂലിക്കുകയും ചെയ്യും. എന്താണെന്നുള്ളത് സത്യാവസ്ഥ അറിയണം. അപ്പോൾ നമുക്ക് ആ ഒരു CCTV ക്യാമറ അതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് അങ്ങനെയുള്ള ഒരു സംഭവം നടന്നതായിട്ട് അതിൻ്റെ ജീവനക്കാരെ അറിഞ്ഞിട്ടില്ല, സഹയാത്രകരറിഞ്ഞിട്ടില്ല, ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഈ കുട്ടി വെൽ പ്ലാൻഡായിട്ട് തന്നെ എടുത്തു. അത് ആ മുഖത്തൊരു പുഞ്ചിരി കണ്ടപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്. ആ ഒരു വീഡിയോ കുട്ടി ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ എനിക്കതിന് കമൻറ്റ് ചെയ്യാൻ തോന്നിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ കമൻറ്റ് ചെയ്യേണ്ടതാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അവിടെ സംസാരിക്കേണ്ടതായിരുന്നു. എന്തോ ഞാൻ അതിനകത്ത് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും ഞാനിപ്പോൾ ദീപു മരിച്ചതിന് ശേഷമാണ് ഞാൻ ഒന്നും കൂടി ആ വീഡിയോ ചെക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടി ചിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ആ കുട്ടിയുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വരുന്നുണ്ട്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാം അദ്ദേഹം ആ കുട്ടിയെ മാക്സിമം തട്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒഴിയുമ്പോൾ ആ കുട്ടിയെ ബ്രസ്റ്റ് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുവാണ്. അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയാസൊക്കെ കുറച്ച് പൈസ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം പരിപാടികൾ കൂടിയതെന്ന് തോന്നുന്നു. ഓൺലൈൻ മീഡിയാസിൻ്റെ കടന്നുകയറ്റം, അല്ലെങ്കിൽ സെൽഫായിട്ട് ഇത്തരം റീൽസുകൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസുകൾ പ്രചരിപ്പിക്കുക. അപ്പം എത്രത്തോളം ആളുകൾ അതിലേക്ക് റീച്ച് ആവുന്നതിനനുസരിച്ച് പൈസ എങ്ങാണ്ട് കിട്ടുന്നുണ്ടെന്നോ അല്ലേ? അതോ അപ്പോൾ അതെന്ന് നിർത്തലാക്കുന്നോ അന്ന്
ഇതുപോലുള്ള കലാപരിപാടികൾ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. സെൽഫായിട്ട് നമ്മളിപ്പോൾ റീൽ ചെയ്യുന്നു, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു റീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു കണ്ടൻറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെമഡി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സ്വന്തമായിട്ടുള്ളതായിട്ട് അങ്ങ് പോകും. അവിടെ എത്ര പേര് കണ്ടു കണ്ടില്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു വലിയൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. എത്ര പേര് ഇത് കണ്ടു, എത്ര ലൈക്ക് കിട്ടി, എത്ര പേര് ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇതിനെ എന്താ പറയുക ടാഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യലാണ് ഓരോ മനുഷ്യരുടെയും ഇത്. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയകളിൽ നിന്ന് ആൾക്കാർക്ക് പണം കൊടുക്കുന്ന ഒരു സംവിധാനം നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. കാരണം നല്ല നല്ല ഓൺലൈൻ മീഡിയാസുകളുണ്ട് ഇല്ലേ, അവർ നല്ല നല്ല വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ട്, ആ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ അവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇപ്പോൾ ആ കുട്ടിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. രക്ഷപ്പെടാൻ ഒരു മാർഗം ഒരുക്കിയോ എന്നൊരു സംശയം. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നമ്മുടെ നിന്ന് പോയി എവിടെയാണെന്ന് ആളറിയുന്നത് മറഞ്ഞുപോയി, ആള് രംഗത്തില്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളത് അറിയില്ല. മേ ബി നമ്മളിപ്പം ഇപ്പം ഈ അടുത്തൊക്കെ കണ്ട ചില അറസ്റ്റുകൾ പോലെ ഇതും സംഭവിക്കാം. ഇതിപ്പോ നമ്മളെ ഒരു 2-3 വർഷത്തോട്ട് പിന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതേപോലെ ബസ്സിലിരുന്ന് അനാവശ്യം കാണിച്ച, അതായത് ഒരു എക്സിബിഷനിസം കാണിച്ച ഒരു വ്യക്തി, അത് ആ സമയത്ത് ആ ഒരു പെൺകുട്ടി എടുത്തൊരു നിലപാടിനെ എതിർക്കുകയാണ് ഭൂരിഭാഗം നാട്ടുകാരും ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഇഷ്യൂ ആണ്, ആ കുട്ടി ഒരു നല്ല കുട്ടിയല്ല, ആ കുട്ടിയുടെ വസ്ത്രധാരണം ഓൾറെഡി ശരിയല്ല. ഏകദേശം 2 വർഷത്തിന് ഇപ്പുറം അതേ ആക്ട് അയാൾ പിന്നെയും ചെയ്തപ്പോഴാണ് നമുക്കത് ശരിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ ആ കുട്ടി അംഗീകരിച്ചത്. പക്ഷെ 2 വർഷം ആ കുട്ടി കടന്നു പോയ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ്. അപ്പൊ ഇതുപോലെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഇൻസിഡൻസും നിലനിൽക്കുകയാണ് ഇതുപോലൊരു കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ റിയൽ ആയിട്ട് നടക്കുന്ന ആൾക്കാർ പോലും ചിലപ്പോൾ പ്രതികരിക്കാൻ ഇനി മടിച്ചേക്കാം. അത് ശരിയല്ലേ? അല്ല, ആ കുട്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് കണ്ടക്ടറോട് കാര്യം അവതരിപ്പിക്കുക എന്നുള്ളത്, 2 സ്പോട്ടിൽ തന്നെ അവൾക്ക് ഒരെണ്ണം കൊടുക്കാമായിരുന്നു. ദീപു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇവൻ എന്നോട് അനാവശ്യം കാണിച്ചു എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ കുട്ടി മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. അതായത് അങ്ങനെ ഒരു ആക്ട് നടക്കുന്നതിന് മുന്നേ മൊബൈൽ എത്രയോ നേരം, അതെ ആ കുട്ടി കുറെ നേരത്തിന് മുമ്പേ, അപ്പോൾ ഒരു പൊസിഷൻ ലെവൽ വരെ കുട്ടി ക്രിയേറ്റ് ചെയ്യുവാണ് അതിനകത്ത്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതേസമയം 2 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് റിയലായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വസ്ത്ര സ്വാതന്ത്ര്യത്തിനെതിരെ സംസാരിക്കുകയും നിന്റെ വസ്ത്രം മോശമായത് കൊണ്ടാണ് ഇത്തരം പ്രവണത കൂടി വരുന്നതെന്നൊക്കെ അത് ഞാനും കേട്ടിട്ടുള്ളതാണ്. അപ്പം എന്നോടും കുറേ പേര് അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരാളുടെ വസ്ത്രം വെച്ചിട്ട് ഒരാളുടെ മെൻറ്റാലിറ്റി അളക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഒരിക്കലും പറ്റില്ല. അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്കത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ ബോഡിക്ക് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, എനിക്ക് സ്ലീവ്ലെസ് ആണ് എനിക്ക് സൂട്ടബിൾ, എനിക്ക് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് വെയർ ചെയ്യും. അതെ. ഇപ്പോ ഈ ഒരു കേസ് എടുക്കാൻ പോയി ലാസ്റ്റ് നടങ്ങിയ ഒരു കേസ് അല്ലെ, നമ്മള് അതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങളുടെ റിയാക്ഷൻ കണ്ടതാണ്. അപ്പോൾ അവരുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്ന, അതായത് ദീപുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനൊരു ആക്ട് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ പാവം, ഒരു കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, എല്ലാവർക്കും ഇത്രയും വർഷമായിട്ട് നല്ലത് മാത്രം പറയുന്ന ഒരു വ്യക്തി. ഇതിപ്പോ നോക്കുമ്പോ ഇതുപോലൊരു സോഷ്യൽ മീഡിയ ആക്ടിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാത്രമാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ ഈ ഒരു വിഷയം കണ്ടിട്ട് ആൾക്കാരെല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഈവൻ ഇപ്പം ഇൻക്ലൂഡിങ് മീ, എനിക്ക് പോലും ഒരു കണ്ടന്റ് ആണത്. അതെ അതെ തീർച്ചയായും. ടു ബി വെരി ഓണസ്റ്റ്, ഇത് എനിക്ക് പോലും ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ പോയി ഒരു കമൻറ്റ് കൊടുക്കാനുള്ളൊരു കണ്ടന്റ് മാത്രമാണിത്. ഇതെന്തായാലും മാഞ്ഞു പോകും. അടുത്ത ന്യൂസ് വരും. പക്ഷെ നഷ്ടം എപ്പോഴും ദീപകിൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു പോസ്റ്റിനടിയിൽ കമൻറ്റ് കൊടുത്തിട്ട് വരും. ഇപ്പോഴൊരു സെക്കൻഡ് മുമ്പ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞ എല്ലാവരിലും ഉണ്ട്. ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആ ഒരു സെക്കൻഡിൽ നമ്മളെ ഒന്ന് ബാക്കിലേക്ക് വലിക്കാൻ ഒരു കൈകൾ എവിടുന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല. ദീപക്കിനും അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ്. കാരണം ദീപു നോക്കുമ്പോൾ
സൊസൈറ്റി നിന്ന് അവനെ കളിയാക്കുന്ന തരത്തിലുള്ള നോട്ടങ്ങൾ വന്നു തുടങ്ങുന്നു. comments പരിഹാസത്തോടുള്ള ചിരികൾ വരുന്നു. നീ ഇത്രയും നാളും ജെന്റിൽമാനായിട്ട് നടന്നിട്ട് നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ എന്ന് അവൻ്റെ ബന്ധുമിത്രാദികളുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ടാകും. അവൻ്റെ പെറ്റമ്മയെ പോലും ഫേസ് ചെയ്യാനുള്ളൊരു മടി. അറ്റ് ദ സ്പോട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഈ ഒരു ആത്മഹത്യ. അറ്റ് ദ സെയിം ടൈമിൽ ആരെങ്കിലും അവനെ ഒന്ന് മുറുക്ക പിടിച്ചിരുന്നുവെങ്കിൽ, നീ പേടിക്കണ്ട, നമ്മളുണ്ട് ഇത് കൂടെ, നിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ, നീ ധൈര്യമായിട്ടിരിക്കൂ, നമുക്കിത് ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾ മേ ബി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ എപ്പോഴും ഔട്ട്സൈഡേഴ്സ് ആണ്. പക്ഷെ അത് അങ്ങനെ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദീപുവിന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവനിപ്പോൾ എനിക്ക് തോന്നുന്നു ഫൈറ്റ് ചെയ്താൽ പോലും ദീപുവിന് നീതി കിട്ടുക, അതെ, ദീപുവിന് നീതി കിട്ടാൻ അതെ ദീപുവിന് നീതി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നത്തെ നിയമവ്യവസ്ഥ അതാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. 100% അതാണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ട് പോലും ഈ സമയത്തും ആ കുട്ടി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുവാണ്, ഈശ്വര, ഇത് ലോകത്ത് പച്ചയായ സത്യങ്ങൾ കണ്ടിട്ട് പോലും അതിനെ അല്ല എന്ന് പറയുന്ന ഒരു പറ്റം ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ തിരിച്ച് ദീപു കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ ഇവർ ശ്രമിക്കും. ദീപുവിന് ശിക്ഷയെ വാങ്ങിച്ചു കൊടുത്തേക്കാം. മനസ്സിലായ? അപ്പോൾ ഇതൊന്നും എനിക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതേ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാനും ഒരു നടിയും തമ്മിൽ സംസാരിച്ചതാണ് ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പം ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യയെപ്പറ്റി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളിവിടെ ഭൂമിയിൽ ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ച് തീർക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ എന്തിനാണ് അതിനു വേണ്ടി ചെയ്യുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കുറേ കാലത്തിന് മുമ്പ് പറഞ്ഞു. പക്ഷേ ഈ അടുത്തൊരു 2 weeks ബാക്ക് ഞാൻ അവളുമായിട്ട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവരായിരുന്നു ശരിയെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഒന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ എന്നുള്ളതൊരു സത്യമല്ലേ രഞ്ജു എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും ചിന്തിച്ചു പോയി. ശരിയാണ്, ചില സന്ദർഭങ്ങളിൽ ഇവനിപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാനും ആ തുമ്പത്ത് വരെ എത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം, ആ ഒരു അവസ്ഥ എനിക്കറിയാം. എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദീപുവിൻ്റെ അമ്മയുടെ കണ്ണുനീര് സത്യമാണ്. ആ സത്യത്തിന് മുമ്പിൽ ഇനി എത്ര നീതിപീഠം കണ്ണടച്ചാലും സത്യമല്ലാതാകില്ല. അപ്പോൾ ആ അമ്മയുടെ കണ്ണുനീരിന് ഫലമുണ്ടാകും. പക്ഷെ ദീപു മരിച്ചു, അടുത്തതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവരുത്. തീർച്ചയായിട്ടും ഉണ്ടാവരുത്. അതെ. ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല ഇത്തരം കേസുകളാണെന്നുണ്ടെങ്കിലും അതിനെ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു പരിപാടി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പലതും ഇപ്പൊ ഹണി ട്രാപ്പാണ്. കൂടെ നിന്നിട്ട് എതിർവശത്ത് നിൽക്കുന്ന ഒരാളെ കൊടുക്കാനുള്ള രീതിയിലുള്ള വോയിസ് നോട്ട്സ് കളക്ട് ചെയ്യുന്നു. നമ്മളൊരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് പിടിക്കുന്ന പോലെയാണ് ഇപ്പൊ പലതും നടക്കുന്നത്. അതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഇൻസിഡൻസ് പോലും ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുവാണ്. ഈവൻ ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് എന്ന് പറയുന്നത്, ഇല്ലേ? ഞാനൊരു തംസ് കൊടുത്താൽ മാത്രമേ അവിടുന്ന് അടുത്ത തംസ് വരുവുള്ളൂ. എനിക്കത് കൊടുക്കാൻ താല്പര്യം ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ബ്ലോക്കിങ്. ഇപ്പം എൻ്റെ ഫോൺ നമ്പർ പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. കുറേ കമൻറ്റുകൾ വരും, കുറേ കോളുകൾ വരും. എന്നോട് പച്ചയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1 hourന് എത്രയാണെന്ന്. അപ്പം ഞാനൊന്നും മിണ്ടില്ല. ഞാൻ ആ സ്പോട്ടിൽ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കോൺട്രവേഴ്സി ഉണ്ടാക്കി പോയി അതൊരു വലിയ വിഷയത്തിലേക്ക് പോകും. അതെ, അത് റിയാക്ഷൻ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരാൾ നമ്മളോട് ഇത്തരം പെരുമാറ്റം കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് സഡൻലി റിയാക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ എനിക്ക് പോലും ചില സന്ദർഭങ്ങളിൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാതെ സ്തംഭിച്ചു പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഒരു സെക്കൻഡ് നമ്മൾ ചിന്തിക്കും, അയ്യോ വേണ്ട, എന്തിനാ നമ്മൾ കാരണം ഒരു വിഷയം ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കപ്പ് ആകുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുക, തെറ്റായിപ്പോയി, അത് റിയാക്ട് ചെയ്യാമായിരുന്നു. നമ്മളെന്തിനാ മറ്റുള്ളവരെ നോക്കുന്നത്? നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിച്ച മാനസിക വേദന നമുക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മറ്റുള്ളവർക്ക് ചിരിയായിട്ട് തോന്നും. ഇതിപ്പോ ഈ ഒരു വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു കുട്ടി മാത്രമാണ് റീസൺ ഇപ്പൊ എന്നോട് ചോദിക്കുക അല്ലാന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയില് നമുക്കൊരു സൈബർ ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? അപ്പൊ ഞാൻ എന്ത് ഷെയർ ചെയ്യണം,
ഒരു സത്യാവസ്ഥ അതെ, ഇപ്പൊ അതിന്റെ ഒരു 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 എന്താ പറയാ, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം ഇപ്പൊ ഓരോ ആൾക്കാരുടെ കയ്യിലും അതിരിക്കുന്നത്. താഴെ വന്ന് ട്രമൻഡസ് ആയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു ഈ കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന കൂട്ടമാണ്. അതെ പക്ഷേ ഈ പറയുന്ന ഈ ഒരു വിഷയം മാത്രമല്ല, ഏതൊരു പോസ്റ്റും ആയിക്കോട്ടെ, അതെ കണ്ണ് അടച്ചിട്ട്, അതായത് ഈ നമ്മള് കുറ്റം പറയുന്ന ഒരാൾക്കും കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരേക്കും ഭാര്യയും ഭർത്താവോ കുട്ടികളോ ഒക്കെ ഉള്ളതെന്ന് പോലും മനസ്സിലാക്കാണ്ട് നമ്മൾ ഒരു ഒരു പേഴ്സണൽ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഒരു സ്പേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്റർഫിയർ ചെയ്യുക, അവരെ കുറ്റപ്പെടുത്തുക. ഈ സൈബർ റേപ്പ് പോലുള്ള കാര്യങ്ങൾ, കമന്റിലൂടെ റേപ്പ് ചെയ്യുക, ഈ വധഭീഷണി നടത്തുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സഡൻ ആക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ചിന്തിക്കണം. നമ്മളൊരു കമന്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഇതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളായിട്ട് മാത്രമല്ലല്ലോ ജീവിക്കേണ്ടത്, നമ്മൾ സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പം അത് നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പം ഇത്തരം ഒരു വീഡിയോസ് വരുമ്പോൾ അതിനിപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളൂ, ഒരുപക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ദീപുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കമന്റ് ഇട്ടത് അല്ലേ. ഇന്ന് അവരെല്ലാവരും തിരിച്ച് ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മളെ എവറസ്റ്റ് കൊണ്ടുപോയി നിർത്തുകയും ചെയ്യും, അവിടെ നിന്ന് എടുത്ത് താഴെ ഇടുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ. നമ്മൾ നമ്മുടെ അല്പനേരത്തെ സന്തോഷവും സമാധാനവും മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഫ്യൂച്ചറിലേക്കുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പം അതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ പൊങ്കാല എന്നല്ല പറയണം, അതിന് വേറെ എന്തെങ്കിലും പുതിയ പേര് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഈ ഈ ഒരു ട്രെൻഡ് ഇപ്പൊ എല്ലാരും പറയാണ് ബസ്സിലിരുന്ന് വീഡിയോ എടുക്കുന്നത് ഒരു ട്രെൻഡ് ആണെന്നുള്ളത്. ഇത് ശരിക്കും അതൊരു ട്രെൻഡാണോ, എങ്ങനെ കാണുന്നത് ചേച്ചി? ഞാൻ എന്നെ സംബന്ധിച്ച് പറയാമല്ലോ, ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ് ഇത്തരം കാര്യങ്ങളിൽ. ഇവിടിപ്പോൾ എൻ്റെ ഒരു വെഡ്ഡിങ്ങിൻ്റെ പോലെ, ഇപ്പം ഞാൻ ഇന്നലെ ബോംബെയിൽ നാഷണൽ ബിൽഡേഴ്സ് തോമസ് ആൻഡ് ഗ്രൂപ്പിൻ്റെ വെഡ്ഡിങ് മേക്കപ്പിന് പോയതാണ്. ഞാൻ അത്തരം കാര്യങ്ങൾ പോലും എക്സ്പ്ലോർ ചെയ്യാറില്ല. പക്ഷെ ഞാൻ കുറച്ച് അത്തരം കാര്യങ്ങൾ കോൺഷ്യസ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എന്നെ ഒരു 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 ചില്ലും കൂട്ടിനകത്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സാരി ഉടുത്തിട്ട് ചെറിയ ഒരു വയറിൻ്റെ ഒരു സൈഡ് കണ്ടാൽ പോലും എനിക്ക് താഴെ വന്നിട്ട് കമന്റ് ഉള്ള വില കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം അവരൊരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും ആലോചിക്കും, എന്തിനാ വെറുതെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കണിക കുറയ്ക്കുന്നത്? അവർ നമ്മളെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടായിരിക്കാമല്ലോ അങ്ങനൊരു വാക്ക് നമ്മളോട് പറഞ്ഞു. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പോകുന്നതും വരുന്നതിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കില്ല, അതിനെപ്പറ്റി എക്സ്പ്ലോർ ചെയ്യിക്കാറില്ല. അതാണ്. പക്ഷെ എവിടെയെങ്കിലും നമുക്ക് നമ്മളല്ലാണ്ട് നിൽക്കേണ്ടി വരുന്നുണ്ടെന്നൊരു തോന്നലില്ല? തീർച്ചയായിട്ടും അത് എത്രത്തോളം പറ്റും? അല്ല, എത്രത്തോളം പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു ട്രാൻസ് വുമൺ ആണ് എന്ന് കരുതി ഞാൻ എപ്പോഴും ട്രാൻസ് വുമൺസിന്റെ ആ ഒരു ഗ്രൂപ്പിൽ മാത്രം നിൽക്കുന്ന ഒരാളല്ല. ഞാനൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. എൻ്റെ സൊസൈറ്റിയുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയണം. ഞാനൊരു ട്രാൻസ് വുമൺ ആണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബ്യൂട്ടീനെ പറ്റിയിട്ടോ മാത്രമല്ല ഞാൻ ചിന്തിക്കേണ്ടത്. എൻ്റെ സൊസൈറ്റിയിൽ നമ്മുടെ ഭരണകൂടം നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എന്തൊക്കെ അഴിമതികൾ ഇവിടെ നടക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ് അല്ലേ. അപ്പം ഞാൻ ഈ സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഞാൻ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈമിൽ റൈറ്റ്സ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതെനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കും. അതാണ്. നമ്മൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് സംസാരിച്ച് വരുന്നുണ്ട്. ഇപ്പോ പുരുഷന്മാരും സുരക്ഷിതരല്ല, ഇപ്പോഴെന്നല്ല എന്നും. ഓക്കെ, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പുരുഷന്മാർ അതിനെപ്പറ്റി കുറച്ചുകൂടെ സംസാരിച്ചു തുടങ്ങി. പബ്ലിക് പ്ലേസസിലായാലും ഇപ്പൊ ബസ്സിലാണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന പ്ലേസസിലാണെന്നുണ്ടെങ്കിലും പലരും അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ പ്രായഭേദമന്യേ ആരും സുരക്ഷിതരല്ല നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നിന്നത്. ഇത് ശരിക്കും നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ കൂടി വരുന്നതാണോ, അതോ ഇന്ന് ആൾക്കാർ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ? ചേച്ചി അത് എങ്ങനെ കാണുന്നത്? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അല്ല, അത് കൂടി തന്നെ വരുവുള്ളൂ. ഇതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പഴയതുപോലെ അല്ല. കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓൺലൈൻ മീഡിയ തുടങ്ങാം. അതാണ് ഇന്നത്തെ അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പൊ ഓരോ ദിവസവും ഓരോ ന്യൂസുകൾ നമ്മളിലൂടെ ഇങ്ങനെ വന്നു പോവുക. ഇതെങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു?
ഇതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണിത്. മനസ്സിലായില്ലേ? നമ്മൾ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രതികരിച്ച് പോകണം. അപ്പോൾ ഇപ്പം ഈ ഒരു വിഷയം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനും നിങ്ങളും രണ്ട് ചേരിയായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അപ്പം നമ്മൾ ഈ സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന് നമ്മൾ ക്രിട്ടിസൈസം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കണം. അതെ അതെ അത് ഉറപ്പായിട്ട്. കാരണം ഇതിനി എത്ര കാലം നീണ്ടു പോയാലും ഇപ്പം ചെറിയ കുട്ടികളിൽ നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ നമ്മൾ എത്ര ന്യൂസുകൾ വായിക്കുന്നു. 4 വയസ്സുള്ള 2 വയസ്സുള്ള 75 വയസ്സുള്ള അമ്മൂമ്മമാരെ ഒക്കെ റേപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന ന്യൂസുകൾ അത് കൂടി വരുമല്ലേ. അതെവിടെയെങ്കിലും സ്റ്റോപ്പ് ആവുന്നുണ്ടോ? നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രശ്നമാണ് ഇത്. അതർ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ? ഇവനിപ്പോ UAE പോലത്തെ ഒരു രാജ്യത്താണ് ഇതുപോലെ നടക്കുന്നത്. ഞങ്ങളൊക്കെ അവിടെ 1 മണിക്ക് 2 മണിക്കൊക്കെ റോഡിൽ പോയിട്ട് ചായ കുടിക്കുന്ന ഒറ്റയ്ക്ക് നടന്നു വരും. ഈ സിസ്റ്റത്തിന് ഒരു പേടി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ ചേച്ചി? സിസ്റ്റത്തിന് പേടിയില്ല ഇവിടെ. ഇവിടുത്തെ സിസ്റ്റത്തിന് പേടിയില്ല. കാരണം ഒരു 3 മാസത്തെ ജയിൽവാസം എന്ന് പറയുന്നത് ഒരു സുരക്ഷാ കേന്ദ്രം പോലെയാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് ആൾക്കാർ വന്ന് കാണാം. കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് ജാമ്യം കിട്ടും, തിരിച്ചു പോരും. ഈ ന്യൂസുകൾക്കെല്ലാം ദൈർഘ്യം കൂടുതലാണെന്ന് നമ്മൾ പറയുമ്പോഴും ഒട്ടുമില്ല എന്നുള്ളതാണ്. ഓരോ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശബരിമല സ്വർണ്ണ കേസ് തന്നെ എടുക്കാം. ആ പോറ്റിക്ക് ജാമ്യം കിട്ടി ഇല്ലേ? ഇനി എന്താ? പോറ്റി പോയപ്പോൾ ഉണ്ടായിരുന്ന ഗ്ലാമർ തിരിച്ചു പിടിക്കും ഇല്ലേ? ഇതിന്റെ സത്യാവസ്ഥ എവിടെയും കൊണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. പീഡന കേസിലൊക്കെ അകത്തായ പ്രതികളെ നമ്മൾ 2-3 വർഷം കഴിഞ്ഞ് അവരുടെ വീഡിയോയിലൊക്കെ കാണുമ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം എന്താ പറയാ, ജയിലില് സാലറിയും കൂടി കൂട്ടിയില്ലേ? അപ്പം അവര് വിചാരിക്കുന്നത് ജയിൽവാസത്തിന്റെ നീട്ടം കൂടിക്കോട്ടെ, അത്രയും കൂടി സാലറി കിട്ടും. പുറത്തിറങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു തുക അവർക്ക് തിരിച്ചു കൊണ്ടുവരാം. 10 വർഷം 15 വർഷം അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ കൊണ്ടുവരാം. മനസ്സിലായില്ലേ? നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രോബ്ലമാണ്. കലോത്സവത്തിന് എനിക്കൊന്ന് ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി തന്നെ ആ കുട്ടി അവതരിപ്പിച്ചു. ഒരുപാട് കണക്ട് ആയെന്ന് തോന്നുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടതാണ്. അത് കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വിങ്ങി പൊട്ടിക്കരയുന്ന പോലെ നമ്മൾ കണ്ടത്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എന്താ തോന്നി? ശരിക്കും ആരെങ്കിലും ചോദിച്ചിരുന്നോ ആ ഒരു സ്റ്റോറി? ഇതിനു മുന്നേ അറിഞ്ഞിരുന്നോ? കലോത്സവത്തിന് 2 ദിവസം ഉള്ളപ്പോൾ സാദിയ എന്നെ വിളിച്ചു പറഞ്ഞു. സാദിയയുടെ മാഷാണ് ഈ മോണാക്ട് പഠിപ്പിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കലോത്സവത്തിന് ഒരു കുട്ടി അമ്മയുടെ സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, അമ്മയാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ഭയം വന്നു. ഇനി പഴയകാല എപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ വേദിയിൽ അവതരിപ്പിക്കുന്ന കോമഡി ആയിട്ടാണ്. അങ്ങനെ വല്ലതും ആണോ? ഇനി വേറെന്തെങ്കിലും കോൺട്രവേഴ്സി വന്ന് ഇറക്കിയതാണോ? കാരണം ഞാൻ നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ സാക്ഷി പറഞ്ഞ ഒരാളാണ്. അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. അപ്പം എന്തായാലും എനിക്കൊന്ന് കാണണം. അപ്പം എന്നോട് പറഞ്ഞു, മാഷ് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. പിന്നെ മാഷ് എന്നെ വിളിച്ചു, നൗഷാദ് മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജു എന്തായാലും വരണം, പറ്റിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാനൊന്ന് ഫ്രീ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു, ആ കുട്ടിയെ കണ്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഈ കുട്ടി പെർഫോം ചെയ്യാൻ പോകുന്നു എന്ന്, ഒരു മോണാക്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഈ കുട്ടി ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ മാറി 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 വന്ന് അത് ഞാനായി മാറുമ്പോൾ ഉള്ള ആ ഒരു ചേഞ്ച് അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്ത്. കാരണം ഞാൻ പല പോലീസ് സ്റ്റേഷനുകളും പല പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ ചെന്ന് നിൽക്കുന്ന ആ ഒരു എന്നെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പം അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ച് ആക്കിയ ഒരു വേർഡ് എന്ന് പറയുന്നത് ഞാൻ സംരക്ഷിക്കും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ നെഞ്ച് കൊടുത്തത് സത്യമായിട്ട് നെഞ്ചോട് ചേർക്കാൻ തന്നെയായിരുന്നു. ഞാൻ ചേർത്ത് പിടിച്ചത് സത്യമായിട്ട് തന്നെയായിരുന്നു. ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത്, കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കരുത്, എനിക്ക് ഇവരെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലാണ്. ഒരാളെ പോലും ഞാൻ തെരുവിലേക്ക് തള്ളിവിട്ടിട്ടില്ല എന്ന് എനിക്ക് ഈ നിമിഷം പറഞ്ഞത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഒരാളെ പോലും. ഞാൻ കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കഞ്ഞി കുടിക്കും, ഞാൻ വസ്ത്രം ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളും വസ്ത്രം ഇടും. ഇതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്, ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളത്. സ്വയം പര്യാപ്തരാകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും, അതിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അത് ഞാൻ ചെയ്തു തരും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ വേദിയിൽ അത് കണ്ടപ്പോൾ
ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരിൽ എത്ര പേര് ഇന്ന് എന്നോടൊപ്പം ഉണ്ട് എന്നോർത്താണ് ഞാൻ കരഞ്ഞത്. അല്ലാണ്ട് ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടോ അല്ല കരഞ്ഞത്. എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് ഞാൻ എല്ലാവരെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരു മുഹൂർത്തം ഞാൻ ഓർക്കുന്നുണ്ട്. ആ ചേർത്ത് ഇറുക്കി പിടിക്കുമ്പോൾ ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണത്. 2017 ഞങ്ങൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു നാടകം ചെയ്തിരുന്നു. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചത് ശ്രീജി സുന്ദർ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു മാസ്റ്ററാണ്. അപ്പോൾ ഈ മാസ്റ്റർ ഞങ്ങളെ ഇങ്ങനെ വട്ടത്തിലിരുത്തിയിട്ട് ഞങ്ങളുടെ ഓരോ കഥകൾ കേട്ടു. മാഷിക്ക് ഞങ്ങളെ പറ്റി അറിയത്തില്ലല്ലോ. ഞങ്ങളെ കഥകൾ കേട്ട് ഞങ്ങളുടെ ലൈഫിൻ്റെ ഇവിടം വരെ എത്തിയതിനെ പറ്റി. അപ്പോൾ ഓരോരുത്തരും അവരുടെ കഥകൾ പറയുകയാണ്. അപ്പോൾ ഈ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി തന്നെയാണ് ഈ നാടകത്തിൻ്റെ കഥയും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടി നിന്നിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ചിട്ട് ഞാനുണ്ട്, എൻ്റെ മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഞാൻ എൻ്റെ നെഞ്ചോട് നെഞ്ച് കൊടുത്തത് തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ബാക്കിലേക്ക് ചിന്തിക്കുകയാണ്, ആ നെഞ്ച് എടുത്ത് ആ നെഞ്ച് ചാഞ്ഞു നിന്ന് എത്ര പേരിന്ന് എന്നോടൊപ്പം ഉണ്ടെന്നുള്ളത്. അതാണ് ഞാൻ ആ മോണാക്ട് വേദിയിലിരുന്ന് ഓർത്ത് കരഞ്ഞത്. അല്ലാണ്ട് ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ടല്ല. കാരണം അതൊരു റിയാലിറ്റി ആണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇതാണ് റിയാലിറ്റി എന്നുള്ളത്. നമ്മൾ എത്ര നെഞ്ചും കൂടി തുറന്നു കൊടുത്താലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഓപ്പണാണ്, എൻ്റെ ഹാർട്ട് ഓപ്പണാണ്, നിങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ എത്രയൊക്കെ പഞ്ച് ചെയ്ത് പറഞ്ഞാലും അത് വെറും ഒരു ഡ്രാമയായിട്ട് മാറുന്നൊരു സാഹചര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ കുറച്ചു കാലമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ മറ്റൊരു റിയാലിറ്റിയിലേക്ക് വന്ന്. അപ്പോൾ എന്നോടിപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, രഞ്ജുമേൻ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അത്രയ്ക്ക് ജീവനാണെന്ന് പറഞ്ഞാൽ എനിക്കത് നിർവികാരത എനിക്ക് തോന്നുന്നത്. എനിക്കൊരു സന്തോഷം. അല്ല, ഇത് കേൾക്കുന്ന ആരൊക്കെ എന്നോട് ഇനിയിപ്പോൾ സൊസൈറ്റിയിലുള്ള ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ സത്യമായിട്ടാണ് സ്നേഹിക്കുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊരു വികാരം തോന്നുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഹൃദയം അത്രത്തോളം പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയെ മറന്ന്, എൻ്റെ തൊഴിൽ മറന്ന്, എൻ്റെ എന്താ പറയുക, പലതും ഞാൻ മറന്നുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒരാൾ വന്നിട്ട് രഞ്ജുമ്മയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പേടിയാണ് ഇപ്പോൾ, സ്നേഹത്തിനോട് എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫ്? അതുകൂടെ ചോദിച്ചിട്ട്. ഇപ്പൊ ഐ എം സോ ഹാപ്പി. എൻ്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് ഞാൻ കൊച്ചി ടു ദുബായ് ടു കൊച്ചിയിൽ ട്രാവൽ ചെയ്യുന്നു. നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തിന് വിലയിടാത്ത സൗഹൃദങ്ങളെയാണ് എനിക്ക് ആവശ്യം. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യും. അവിടെ ഞാൻ പ്രായമോ പദവിയോ ഒന്നും നോക്കാതെ സോറി എനിക്ക് പറ്റിപ്പോയതാണ് കേട്ടോ, ക്ഷമിച്ചേക്കു എന്ന് പറയുന്നൊരു മെൻറ്റാലിറ്റിയാണിത്. അപ്പം നമ്മൾ ഹൃദയം തുറന്നു കൊടുത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പല വ്യക്തികളും ഇന്ന് അപരിചിതരായിട്ട് കണ്ടുമുട്ടാറുണ്ട്. ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ പരിചയമുള്ള 2 അപരിചിതരായിട്ട് നിൽക്കാറുണ്ട്. ജീവിതത്തിൽ നമ്മൾ കൊടുത്ത സ്നേഹത്തിന് വിലയിട്ട സൗഹൃദങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെൻ്റെ ലൈഫാണ്. ഇവിടെ എനിക്ക് ജയമോ തോൽവിയോ എന്നുള്ളതല്ല, എനിക്ക് ജീവിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് സന്തോഷമായിട്ടൊരു ജീവിതം തന്നെ ഇനിയും അങ്ങോട്ട് ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്തതിലും നമ്മളോട് സംസാരിച്ചതും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.